പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 4-ാം തീയതി പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനെ ഒന്ന് നന്ദി പറഞ്ഞാട്ട്, കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. കർത്താവിനെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്ത് രാത്രികാലം നല്ല ഉറക്കം തന്നതിന് സ്തോത്രം പറഞ്ഞാട്ട്, പ്രഭാതത്തിൽ സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ നമ്മളെ ഉണർത്തിയ കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരരുത്. അതുകൊണ്ട് കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 67 ഇങ്ങനെ പറയുന്നത്: ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. അതിൻ്റെ 5ഉം 6ഉം വാക്കുകൾ ഇങ്ങനെ പറയുന്നത്: ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം, നമ്മുടെ ദൈവം തന്നെ നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയാപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുക. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ കർത്താവെ ഉണരുവാൻ കർത്താവ് ഭാഗ്യം തന്നതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്നു അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. അപ്പ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അപ്പ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ ആവശ്യത്തിൽ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ കുഞ്ഞുങ്ങൾ ഏത് ആവശ്യത്തിൽ ഭാരപ്പെടുന്നുവെങ്കിലും കർത്താവെ അവരെ അങ്ങ് അനുഗ്രഹിക്കണം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ആ പ്രവർത്തനങ്ങളെല്ലാം സ്വർഗീയ കരം നീട്ടി അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൂതന്മാർ അവർക്ക് കാവലും തീമതിലുമായി നിൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. പൂർണ്ണ സൗഖ്യവും സമാധാനവും യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കാലിൻ്റെ വലത്ത് കാലിൻ്റെ ഉപ്പൂറ്റിക്ക്, അതിൻ്റെ ഇൻസൈഡിൽ ഉപ്പൂറ്റിയുടെ അകത്തെ ഭാഗത്ത് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ബ്ലഡിനകത്ത് ഉള്ള എല്ലാ അബ്നോർമാലിറ്റീസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് റിപ്പോർട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ വിടുവിക്കണമേ. വേഗത്തിൽ വഴികൾ തുറന്നു കൊടുത്ത് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ, ഇന്ന് വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവ് മാറ്റണമേ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങളോട് കർത്താവ് സംസാരിക്കണം. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ. ഇത് വർധനവിൻ്റെ മാസമാണ്, വർധനവിൻ്റെ വർഷമാണ്. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ബൈബിൾ 1 ഇയർ റീഡിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന് വായിക്കേണ്ട ഭാഗങ്ങൾ സങ്കീർത്തനം 4, മത്തായിയുടെ സുവിശേഷം 7ഉം 8ഉം, ഉൽപ്പത്തി പുസ്തകം 7ഉം 8ഉമാണ്. മറക്കരുത്. അതുപോലെ ഇന്ന് വൈകിട്ട് നമുക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ട്. കൃത്യം ഇന്ത്യൻ സമയം 9:30 നമ്മൾ ആരംഭിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അയച്ചു തന്നാൽ നമ്മൾ ആ ബൈബിൾ സ്റ്റഡിയുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അനേകർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും അനുഗ്രഹമായിരുന്നു. അനേകർക്ക് വിടുതൽ കിട്ടി. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിലത്തെ മീറ്റിങ്ങും അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് സൂം ID കിട്ടിയിട്ടില്ല എങ്കിൽ, ലഭിക്കുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി. അത് ലഭ്യമാക്കുവാനുള്ള ക്രമീകരണം ചെയ്യാം. ബട്ട് ഉറപ്പായിട്ടും പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുക. ശ്രദ്ധയോടെ കേട്ടോണം കേട്ടോ. ഈ 1-ാം തീയതി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന 1-ാം തീയതി നമ്മൾ പറഞ്ഞു കർത്താവിനോട് പറ്റിയിരിക്കുന്നവരായിരിക്കും. 2ഉം 3ഉം നമ്മുടെ നാവിനെ കുറിച്ചാണ് കേട്ടത്. 4-ാം തീയതി ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടാട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന ഇന്നത്തെ ദിവസം നമ്മുടെ സമയത്തെ നമ്മൾ
തക്കത്തിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു രീതിയിലും. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് അതിനായിട്ട് ആധാരമായിട്ട് വായിക്കുന്നത്. ശ്രദ്ധയോടെ കേട്ടോ. ആകയാൽ സൂക്ഷ്മത്തോടെ, ജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, ജ്ഞാനികളായിട്ട് നടക്കണം. ബി വൈസ്, ബുദ്ധിയുള്ളവരായി ജ്ഞാനമുള്ളവരായി വേണം ഭൂമിയിൽ നടക്കുവാൻ. ജ്ഞാനമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല, അവരുടെ മുമ്പിൽ വിഷൻസ് ഒന്നുമില്ല. അവർ അതാത് ദിവസം അവരങ്ങ് ജീവിച്ചു പോകുന്നു എന്നല്ലാതെ അവർക്ക് ലക്ഷ്യബോധമുള്ളവരല്ല. പക്ഷെ ദൈവമക്കൾ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമ്മളെ വിളിച്ചത് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുവാനാണ്. ഇനിയും ഓർത്തോണം, ഈ വർഷം പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞ് ഇത് വർധനവിൻ്റെ വർഷമാണ്. അപ്പോൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവിക വർധനവുണ്ടാകും. അപ്പോൾ ആ വർധനവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് മനസ്സുകൊണ്ട് ഒരുങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുക്കമുണ്ടാകണം. എന്നിട്ട് അതനുസരിച്ച് വേണം നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുവാൻ. ദൈവം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ശക്തമായി ഒരുങ്ങുക. നിങ്ങൾ കാലെടുത്ത് അതിനുവേണ്ടി ധൈര്യമായിട്ട് മുൻപോട്ട് വെക്കുക. സമയം അനാവശ്യമായി വെറുതെ കളയരുത്. ജ്ഞാനമുള്ള ആളുകൾ തങ്ങളുടെ സമയത്തെ മനസ്സിലാക്കി ദൈവം തരുന്ന സമയം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തും. അല്ലാത്തവരെന്ത് ചെയ്യും? കൂടുതൽ സമയം കിടന്നുറങ്ങും, കൂടുതൽ സമയം ടി വിയുടെ മുമ്പിൽ, സ്പോർട്സ് ചാനലുകളുടെ മുമ്പിലിരിക്കും, കൂടുതൽ സമയം സോഷ്യൽ മീഡിയയുടെ മുമ്പിലിരിക്കും. അങ്ങനെ അവരുടെ സമയം കൊന്നു കളയുക, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത് കളയുക. എന്നാൽ നമ്മൾ അങ്ങനെ ആകരുത്. ദൈവമക്കൾ, ജ്ഞാനമുള്ള മക്കൾ അങ്ങനെ ആകരുത്. നമുക്ക് ഒരു ഷെഡ്യൂൾ ഉണ്ടാകണം, പ്ലാൻ ഉണ്ടാകണം. നമ്മുടെ സമയം ഒരു നിമിഷം പോലും ഒരിക്കലും നഷ്ടമായി പോകുവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ദുഷ്കാലമാകിയാൽ നിങ്ങൾ സമയം എന്തിനാണ് തക്കത്തിൽ ഉപയോഗിക്കണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമയം 1 മിനിറ്റ് ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, അത് തക്കത്തിൽ ഉപയോഗിക്കണം. ഒരിക്കലും ഒരു രീതിയിലും വേസ്റ്റ് ചെയ്യരുത്. മറ്റുള്ളവരോട് സംസാരിച്ച് സമയം കളയരുത്. അനാവശ്യമായി വേണ്ടാത്ത തർക്ക വിഷയങ്ങളിലും മറ്റുള്ളവരെ വിമർശിക്കുന്നതിലും മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തി അതിനകത്ത് ആനന്ദിക്കുന്നതിനും ഒന്നും നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ കർത്താവ് തന്നിരിക്കുന്ന സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുക. സുവിശേഷകനാണോ? മാക്സിമം കർത്താവിൻ്റെ വചനം ഗ്രഹിക്കുവാനും മാക്സിമം അത് മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുക്കുവാനും ശ്രമിക്കുക. ബിസിനസ്സുകാരനാണോ? നിങ്ങളെ കർത്താവ് ഉയർത്തും. അപ്പം ഇപ്പം നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ അടുത്ത ലെവലിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വർധന ഉണ്ടാകുള്ളൂ. പഠിക്കുന്ന കുഞ്ഞാണോ? പഠിക്കുന്നിടത്ത് എനിക്ക് കൂടുതൽ മാർക്ക് മേടിക്കണം, എനിക്ക് ഉന്നതമായ നിലയിലെത്തണം, കർത്താവ് എന്നെ വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബോധത്തോടുകൂടെ പഠിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഉന്മേഷമുള്ളവരായിരിക്കണം. സമയം വേസ്റ്റ് ചെയ്ത് കളയരുത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്കൊരു ഉയർച്ച തരും. അപ്പോൾ ആ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാകണം. എങ്ങനെ ഞാൻ ജോലി ചെയ്യണം? കർത്താവിനോട് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സമയം, ഓപ്പർച്യൂണിറ്റി തക്കത്തിൽ ഉപയോഗിച്ച് അവിടെ നിങ്ങൾ വളർന്നു കയറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിന് നമുക്ക് ആഗ്രഹം വേണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിന് നമ്മുടെ സമയത്തെ നമ്മൾ ചിലവിടണം. അനാവശ്യമായി എന്നും പോകുന്ന പോലെ പോയി എന്തെങ്കിലും ചെയ്തു, സമയം തീർത്തു, സമയം വൈകിട്ട് 5 മണിയാകുമ്പോൾ തിരിച്ച് പഞ്ച് ചെയ്തിട്ട് ഇറങ്ങിപ്പോരുന്ന സിസ്റ്റം ആകരുത്. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ദൈവം നിങ്ങളെ വളർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉയർച്ച പ്രാപിക്കണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകണം. ആ ആഗ്രഹം ഇപ്പോൾ സുവിശേഷകനായാലും കൊള്ളാം, ദൈവസഭയുടെ പാസ്റ്റർ ആയാലും കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആത്മീക നേതാവായാലും കൊള്ളാം, ലോകത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു വർധനവ് കർത്താവ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധിയോടുകൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച നേടുവാൻ കഴിയുകയുള്ളൂ. മനസ്സിലായവർ കർത്താവിന് കാര്യങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് കിട്ടുന്ന സമയം എന്ത് ചെയ്യണം? തക്കത്തിൽ ഉപയോഗിക്കണം. പറഞ്ഞാട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അനാവശ്യമായി നിങ്ങളുടെ സമയം ചിലവിടാൻ പാടില്ല. ചില വ്യക്തികളോട് സംസാരിച്ചിരുന്നാൽ നിങ്ങളുടെ സമയം പോകും, ചിലരെ കാത്തിരുന്നാൽ നിങ്ങളുടെ സമയം പോകും. ചിലർ പറയും 11 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ 11 മണി തൊട്ട് കാത്തിരിക്കും, ഇവർ വരുമ്പോൾ 12:30. പിന്നീട് ഒരിക്കലും അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കരുത്. അങ്ങനെ നമ്മുടെ സമയം അനാവശ്യമായി കളയുവാൻ ഒരിക്കലും അനുവദിക്കരുത്. അത് മണ്ടത്തരമാണ്. ഈ 2021 കഴിഞ്ഞ കാലങ്ങളിൽ സമയം നഷ്ടപ്പെട്ടു പോയോ? കഴിഞ്ഞ കാലങ്ങളിൽ സമയം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലോ? സാരമില്ല, കർത്താവിനോട് ക്ഷമ പറഞ്ഞിട്ട് 2021 സമയം തക്കത്തിൽ ഉപയോഗിക്കുക. പഠിക്കുന്ന കുഞ്ഞാണോ? കഴിഞ്ഞ വർഷം ശരിക്കും പഠിക്കാൻ പറ്റിയില്ല, നല്ല മാർക്ക് കിട്ടിയില്ല, കർത്താവിനോട് പറയാം, കർത്താവേ, കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയ സമയം പന്തും കളിച്ച് ടിവിയും കണ്ട് കമ്പ്യൂട്ടറും നോക്കി മൊബൈലും നോക്കി എൻ്റെ സമയം കളഞ്ഞു. എന്നാൽ ഈ വർഷം ഞാൻ അങ്ങനെ കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കർത്താവേ, അങ്ങ് തരുന്ന സമയം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ തരും. സുവിശേഷകനെ
കഴിഞ്ഞ വർഷം സമയം വേസ്റ്റായി പോയോ? ആമേൻ. നിരാശപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിട്ട് പറ, ഈ വർഷത്തെ ഓരോ നിമിഷങ്ങളും ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്ന ആഗ്രഹത്തോടെ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുത്താട്ട് നിങ്ങളുടെ ഓരോ സമയവും വാല്യുബിളായി മാറും. ആമേൻ. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആമേൻ, ഈ വർഷം കർത്താവിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നാട്ട് നിങ്ങളുടെ സമയം ആമേൻ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റി തരുവാൻ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, അജ്ഞാനികളായിട്ട് നടക്കരുത്, വൈസ് പീപ്പിളായിട്ട് വേണം നടക്കാൻ. ജ്ഞാനമില്ലാത്തവരായി നടക്കൽ. അവർക്ക് ലക്ഷ്യമില്ല, അവർക്ക് ദർശനമില്ല, അവർക്ക് ബോധമില്ല. അവർ സമയം എങ്ങനെയും തള്ളിക്കളയാൻ നോക്കുക. പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ സമയമില്ല. നമ്മുടെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അത് ഉപയോഗിക്കുക. പഠിക്കുന്ന കുഞ്ഞാണോ, ആ സമയം ഉപയോഗിക്കുക. ബിസിനസ്സുകാരാ, നിന്റെ സമയം ഉപയോഗിക്കുക. ആമേൻ. സുവിശേഷകനെ, താങ്കളുടെ സമയം ഉപയോഗിച്ചാട്ടെ. ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ സമയം ഏറ്റവും വെർത്തായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു വർധനം ഉണ്ടാകും. ആമേൻ. നിങ്ങൾക്കൊരു വർധനം ഉണ്ടാകും. 2021 നിങ്ങളുടെ വർധനവിൻ്റെ സീസണാണ്. 2021 നിങ്ങളുടെ ഉയർച്ചയുടെ സീസണാണ്. 2021 നിങ്ങൾ ഫ്ലറിഷ് ആകുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന എവരി ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന എല്ലാ അവസരങ്ങളും തക്കത്തിൽ ഉപയോഗിക്കണം കേട്ടോ. അതുകൊണ്ട് ഉറങ്ങി അങ്ങ് ചുമ്മാതെ സമയം കളയരുത്. ഉറങ്ങണ്ടാന്നല്ല, റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ ഉറങ്ങി സമയം കളയരുത്. സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ സമയം കളയരുത്. മറ്റുള്ളവരോട് ചുമ്മാതിരുന്ന് സംസാരിച്ച് നിങ്ങളുടെ സമയം കളയരുത്. ഉപയോഗിക്കുക നിങ്ങളുടെ സമയത്തെ കേട്ടോ. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയും സമയം വേസ്റ്റ് ആകാൻ പാടില്ല. എല്ലാവരും അവർക്ക് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കർത്താവ് ഇടവരുത്തണമേ. ഉയർച്ച കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം, വർധനവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വളരും, നമ്മൾ വർദ്ധിക്കും, നമ്മൾ പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. വൈകിട്ടത്തെ മീറ്റിംഗ് മറക്കണ്ട കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.